നമസ്കാരം, ഐ എം ഡോക്ടർ പാർവതി വിജയൻ, ആയുർവേദിക് കൺസൾട്ടൻറ്റ്. UTI അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് UTI കുറിച്ചാണ്. ഒത്തിരി കേട്ടും പറഞ്ഞും തഴമ്പിച്ച ഒരു കാര്യമാണല്ലേ ഇത്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ റെലവൻസ് ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ രണ്ടാമതായി മനുഷ്യരിൽ കാണുന്ന ഇൻഫെക്ഷനാണ് UTI. നമ്മുടെ യൂറിനറി സിസ്റ്റം, അതായത് നമ്മുടെ 2 കിഡ്നി, 2 യൂറിറ്റർ, ഒരു യൂറിനറി ബ്ലാഡർ, ഒരു യൂറിത്ര, ഇത്രയും ചേർന്നതാണ് നമ്മുടെ യൂറിനറി സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ യൂറിനറി ബ്ലാഡറിലാണ് മൂത്രം ശേഖരിച്ച് വയ്ക്കുന്നത്. ആ ബ്ലാഡർ നിറയുന്ന സമയത്ത് നമുക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി തോന്നുന്നു. യൂറിത്ര വഴി നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കളയുകയും ചെയ്യുന്നു. ആണിൻ്റെയും പെണ്ണിൻ്റെയും കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കണ്ടുവരുന്നത് ഫീമെയിലിനാണ്. അതിന് കാരണവുമുണ്ട്. കോളി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് മെയിനായിട്ട് ഈ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത്. സ്ത്രീകളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്? ഒന്നാമത്തെ കാര്യം, ഏനൽ കനാൽ, അതായത് ഏനസിൻ്റെയും വെജൈനയുടെയും പൊസിഷൻ വളരെ അടുത്തടുത്താണ്. പ്രോപ്പറായിട്ട് ഹൈജീനായിട്ട് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. യൂറിത്രയുടെ സൈസ് എന്ന് പറയുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ കമ്പാരിറ്റീവ്ലി ഫീമെയിലിൽ കുറവാണ്. എന്തൊക്കെ ലക്ഷണങ്ങളാണ് UTIയിൽ കണ്ടുവരുന്നത്? ഒന്നാമത്, ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ഇൻ യൂറിനേഷൻ. എപ്പോഴും യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി. ആ ടെൻഡൻസി കൂടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കൊരു തൃപ്തി വരില്ല. യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തൃപ്തി തോന്നില്ല. മൂന്നാമതായി, പാസ് ചെയ്യുന്ന യൂറിൻ്റെ സ്മെല്ല് ഭയങ്കര തീക്ഷ്ണമായിട്ടുള്ളൊരു സ്മെല്ലായിരിക്കും അതിന്. അതിൻ്റെ കളറാകട്ടെ ഒരു തിക്ക് യെല്ലോയിഷ് കളർ, നല്ല കട്ട മഞ്ഞ കളറോ അല്ലെങ്കിൽ ഒരു ചുമപ്പ് കലർന്ന കളറോ ആയിരിക്കും. ഈ കളറിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് ഇൻഫെക്ഷൻ്റെ റേറ്റ് കൂടിയും കുറഞ്ഞും ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് അസഹനീയമായ പുകച്ചിലോ എരിച്ചിലോ മുതലായ കാര്യങ്ങൾ പേഷ്യൻറ്റിന് ഫീൽ ചെയ്യും. അതുകൂടാതെ ലേഡീസിലാണെന്നുണ്ടെങ്കിൽ ലോവർ അബ്ഡോമിനൽ, അതായത് അടിവയറിൻ്റെ ഭാഗത്ത് ശക്തമായ വേദന, നടുവേദന മുതലായ കാര്യങ്ങൾ ഉണ്ടാവുകയും മെയിൽസിലാകട്ടെ റെക്ടൽ റീജിയൻ്റെ അവിടെ പെയിൻ ഉണ്ടാവുകയും ചെയ്യുന്നു. സ്ത്രീകളിൽ എന്തുകൊണ്ടാണ് കൂടുതൽ ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കണ്ടുവരുന്നത്? അതിനുള്ള ഒരു കാരണം യൂറിത്രയുടെ പൊസിഷൻ തന്നെയാണ്. രണ്ടാമതായി പറയുവാണെങ്കിൽ നമ്മുടെ പ്യൂബിക് ഹെയർസ് ഇല്ലേ, ഇന്നത്തെ കാലത്ത് ഭയങ്കര ഒരു ട്രെൻഡി അല്ലെങ്കിൽ അതാണ് വൃത്തി എന്ന് തെറ്റിദ്ധരിക്കുന്ന കാര്യമാണ് പ്യൂബിക് ഹെയർസിൻ്റെ റിമൂവൽ. പലരും വാക്സിങ് ചെയ്ത് അല്ലെങ്കിൽ ഷേവിങ് ചെയ്ത് ആ ഒരു ഏരിയ നല്ല ഹൈജീനായിട്ട് നല്ല വൃത്തിക്ക് സൂക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആക്ച്വലി അവർ ചെയ്യുന്നത് അവരോട് തന്നെ അതായത് ഈ ഇൻഫെക്ഷൻസ് കടന്നു പോകാനുള്ള ഒരു പാത്വേ ആണ് അവരവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ചെയ്യാം, നമ്മുടെ ഇൻറ്റിമേറ്റ് ഹൈജീൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ ട്രിം ചെയ്ത് വിടുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ഈ ഷേവ് ചെയ്യുക, അങ്ങനെ ഷേവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹെയറിൻ്റെ റൂട്ട്സിൽ തന്നെ ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയും ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാവുകയും ആ മുറിവുകൾ വഴി ഇൻഫെക്ഷൻസ് ഉള്ളിലേക്ക് പടരുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്രോപ്പറായിട്ട് ഹൈജീനിക്കായിട്ട് ആ ഏരിയ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് പെട്ടെന്ന് പടർന്നു പിടിക്കും. ഹൈജീനിക്കായിട്ട് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? നമ്മളെപ്പോഴും, സ്ത്രീകൾ പ്രത്യേകിച്ച്, വാഷ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വേണം വാഷ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നല്ല ലൈറ്റായിട്ട് ലൂക്ക് വോം ആയിട്ടുള്ള വാട്ടർ, ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം വളരെ സോഫ്റ്റായിട്ട് ഒപ്പി വേണം ആ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട്. അതുമാത്രമല്ല, നല്ല ഡ്രൈ ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇന്നർവെയേഴ്സ് യൂസ് ചെയ്യുക. ഇന്നർവെയേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കോട്ടൺ ഇന്നർവെയേഴ്സാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ലൂസ് ഇന്നർവെയേഴ്സും. അത് ആണിനായിക്കോട്ടെ പെണ്ണിനായിക്കോട്ടെ കോട്ടൺ ആൻഡ് ലൂസായിട്ടുള്ള ഇന്നർവെയേഴ്സാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ മറ്റൊരു കോസാണ് പെനിട്രേറ്റീവ് സെക്സ്. ആഫ്റ്റർ പെനിട്രേറ്റീവ് സെക്സ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സെക്സ്വൽ ഇൻറ്റിമസിയിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം എന്തായാലും ആ ഭാഗം, ആണാകട്ടെ പെണ്ണാകട്ടെ, പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക, ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. അതുപോലെ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ആയിട്ടുള്ള കോണ്ടംസ്, ലൂബ്രിക്കൻസ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഈ ഇൻഫെക്ഷൻസ് പടരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മെനോപോസ് എത്തിയ സ്ത്രീകൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിൻ്റെ റേറ്റ് വളരെ കൂടുതലാണ്. കാരണം ഹോർമോണൽ ഫ്ലക്ച്വേഷൻസും അവരുടെ വെജൈന കുറച്ചും കൂടെ ഡ്രൈ ആവുന്നത് കാരണം ഹെൽത്തി ബാക്ടീരിയാസിൻ്റെ പ്രസൻസ് നഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ്. എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് നമുക്കിതിൽ ചെയ്യാൻ കഴിയുന്നത്? വെള്ളം ധാരാളം കുടിക്കുക.
അതായത് ഒരു 6 മുതൽ 8 ഗ്ലാസ് വരെയെങ്കിലും വെള്ളം കുടിക്കുക. കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബൾക്ക് എമൗണ്ട് ഓഫ് വാട്ടർ അല്ല ഒറ്റയടിക്ക് കുടിക്കേണ്ടത്. അത് സിപ്പ് ബൈ സിപ്പായിട്ട് സമയമെടുത്ത് വേണം വെള്ളം കുടിക്കാൻ. ഒത്തിരി വെള്ളം നമ്മൾ ഒരേ സമയം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഡിയം പൊട്ടാസ്യം ലെവൽ കൊണ്ട് വ്യത്യാസം വരികയും അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ നിർത്തി കുടിക്കുക. അതുപോലെ തന്നെ ഞെരിഞ്ഞിൽ ചേർത്തിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുക. അത് വളരെയധികം നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് കൂട്ടാൻ സഹായിക്കും. ഞെരിഞ്ഞിൽ എന്നൊക്കെ നമ്മുടെ അങ്ങാടി കടയിലൊക്കെ കിട്ടുന്ന സാധനമാണ് ഞെരിഞ്ഞിൽ. പൊടിച്ച് കിട്ടും, അല്ലാതെയും കിട്ടും. പൊടിച്ച് കിട്ടുന്നത് നല്ലതായിട്ട് വെള്ളം വെട്ടി തിളപ്പിച്ച് ഇതിലോട്ട് ആ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് കുടിക്കാനായിട്ട് ആ വെള്ളം ഉപയോഗിക്കാം. അതുപോലെ തന്നെ നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ ഇളനീര്. ഇളനീര് നമ്മുടെ സോഡിയം പൊട്ടാസ്യം ലെവൽ ബാലൻസ് ചെയ്യാനും നമുക്ക് നല്ലൊരു നറിഷ്മെൻറ്റ് കിട്ടാനും ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടാനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ പ്രോപ്പർ ന്യൂട്രീഷൻ, അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയും ഈ വക ഹൈജീൻ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്താൽ തന്നെ UTI എന്ന് പറയുന്ന ആ ഒരു ഇൻഫെക്ഷനിലോട്ട് പോവാതെ നമുക്ക് നല്ല ഹൈജീനായിട്ട് ഇരിക്കാൻ കഴിയും. സ്റ്റേ പോസിറ്റീവ്. താങ്ക് യു.